സുഹൃത്തുക്കളെ, എന്തായാലും എന്നെ ആരും പൊങ്കാല ഇടരുത് കേട്ടോ. ഞാൻ നിങ്ങളോടൊന്നൊരു തമാശ രീതിയിൽ പറയുകയാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടല്ലോ, ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു പാവപ്പെട്ട കുട്ടിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടീൻ്റെ ഡീറ്റെയിലോ അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ വീഡിയോസോ ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് പുള്ളിക്കാരി ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ആ കുട്ടി ഏതൊരു കുട്ടീൻ്റെ ഒരു ഫോട്ടോയും അതിനൊപ്പം തന്നെ അക്കൗണ്ട് നമ്പറൊക്കെയാണ് വെച്ചിട്ടാണ് അലക്കിയിരിക്കുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സ് ഒന്ന് വായിച്ച് നോക്കി എൻ്റെ പൊന്നാര സുഹൃത്തുക്കളെ, സ്വന്തം പാർട്ടിയുള്ളവർ പോലും 10 രൂപ ഇട്ട് കൊടുത്തിട്ടില്ല. ചേച്ചി വീണ്ടും അതിൻ്റെ അകത്ത് QR കോഡും ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തത്, ഇതിൻ്റെ അകത്ത് പൈസ ഇടുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു 10 രൂപ പോലും ആ കമൻറ്റ് ബോക്സിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. രണ്ടാമത്തത്, അതിൻ്റെ അകത്ത് വന്ന കമൻറ്റുകൾ എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ ഏറ്റ തള്ള സഹിക്കൂല. കാരണം ഇവരൊക്കെ ഒരു MLA ആയിട്ട് മത്സരിക്കുന്നവരാണ്. അപ്പം ഇവർക്ക് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നാരും നിങ്ങൾ പൊങ്കാലി ഇടണ്ട. ഞാൻ പറഞ്ഞതൊന്നും ഇവിടുത്തെ കാര്യമാണ്. നിങ്ങൾ നേരെ അവരുടെ പേജിൽ പോകുക, അവരുടെ വീഡിയോ കിടക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കൂ. അവർ ഒരു വലിയൊരു പാർട്ടിയുടെ പ്രസ്ഥാനത്തിലൊരു നേതാവാണ്. അവരൊരു വീഡിയോ ചെയ്തിട്ട് 1 രൂപ പോലും ആര് കൊടുക്കണമെന്നില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമൻറ്റ്, അതായത് ചേച്ചി ചെയ്തത് വളരെ മനോഹരമായിരുന്നു, ചേച്ചി ആ കുട്ടികളെ അവരെ രക്ഷപ്പെടുത്തണം, ആ രീതിയിൽ ഒരു കമൻറ്റ് പോലും കാണുന്നില്ല. പകരം നിങ്ങൾ ഈ പൈസ അടിച്ചു മാറ്റാതിരുന്നാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ. ഇതിൽ പല ആൾക്കാരും ഉണ്ട് കേട്ടോ. ഒരു വിഭാഗം ആൾക്കാർ മാത്രമല്ല. അങ്ങനെ നിങ്ങൾ കമൻറ്റ് അടിക്കരുത്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ നേരെ പോയിട്ട് നിങ്ങൾ നോക്കിക്കോ, ഞാൻ വെറുതെ ഒന്നും പറയുന്നതല്ല. അപ്പോൾ ഒരു നേതാവിന് ഒരു കുട്ടിക്കായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് പോലും 10 രൂപ ജനങ്ങൾ വിശ്വസിച്ച് കൊടുക്കാത്ത ഒരു അവസ്ഥയിലാണ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വീഡിയോയിലൂടെ പറഞ്ഞോട്ടെ, ഇത്ര രൂപ ഞാൻ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കോട്ടെ. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ വീഡിയോ എത്രമാത്രം ആൾക്കാർ വിശ്വസിച്ചെന്ന് അറിയില്ല. കാരണം ചുമ്മാ ഒരു പോസ്റ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. കൃത്യമായിട്ട് ആരാണ് എന്താണ് ആ കുട്ടീൻ്റെ, കാരണം പല ചാറ്റിക്കാരും വളരെ വിഷമവും കുട്ടി കരയുന്നതൊക്കെ വീഡിയോ എടുത്ത് ഇട്ടിട്ടാണ് പൈസ ആളുകൾ കൊടുക്കുന്നത്. ഓക്കെ, ഇവരുടെ ഇമേജ് വെച്ചിട്ട് ഇവർ നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ജനങ്ങൾ ചുടുവെള്ളത്തിന് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇതേ സ്ഥാനത്ത് ഷാഫി പറമ്പിലാണെങ്കിൽ ഇന്ന് ലക്ഷങ്ങൾ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, നമ്മുടെ സുഹരി ഉസ്താദ് ഉണ്ടല്ലോ, അയാൾ ചെയ്ത ഇതിനപ്പുറത്ത് കാശ് വന്നിട്ടുണ്ടാവും. റിയലി, ഞാൻ വെറുതെ പറയുന്നില്ല. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരില്ലെങ്കിലും കുറച്ചെങ്കിലും ആൾക്കാർ ഒരു 100 രൂപയെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. കാരണം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ വന്നിട്ടുമുണ്ട്. അതല്ലെങ്കിൽ ഒരാൾ പോലും ഇത് നിങ്ങൾ കക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതുള്ളത് കമൻറ്റിൽ വന്നിട്ടുണ്ടാവില്ല. ഇനി വന്നാലും 1 or 2 ആയിരിക്കും. ഈ കമൻറ്റ് ഫുള്ളായിട്ട് ഒരിക്കലും വരില്ല. പക്ഷേ ചേച്ചീൻ്റെ അവസ്ഥ അതില്ല കേട്ടോ, വളരെ ദയനീയമാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ പറയാം പ്രിയ സുഹൃത്തുക്കളെ. എന്നെ ആരും പൊങ്കാല ഇടണ്ട. ഞാനിവിടെ വന്നിട്ട് കണ്ട ഒരു കാഴ്ചയാണ്. MLA ആയി സ്ഥാനാർത്ഥിയായി നിന്ന ഒരു വ്യക്തി ഒരു വീഡിയോ ചെയ്യണം. അത് എന്ത് പറയുന്നു, ഒരു വിഷമം പറഞ്ഞിട്ട് ഒരു കുട്ടിക്ക് ഇങ്ങനെ സുഖമില്ല, നിങ്ങളെല്ലാവരും സഹായിക്കണം, അതിൽ ഫണ്ട് വരുന്നില്ല അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കമൻറ്റ് കിട്ടുന്നില്ല, ഫണ്ട് വന്നിരിക്കും പോട്ടെ, അത് പിന്നത്തെ വിഷയം. പക്ഷേ ഒരു വിശ്വാസമില്ലാത്ത രീതിയിൽ ആളുകൾ അതിനെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ധൈര്യമാണ്. അപ്പോൾ ഇവരുണ്ടാക്കി വെച്ച ഇമേജ് കേരളത്തിൽ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. മനസ്സിലായി, ഓരോ മനുഷ്യർക്ക് അവൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി 100% പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മനുഷ്യനാണെങ്കിൽ നിലനിർത്തണം, അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, അവരുടെ ആ വീഡിയോസിന് എനിക്ക് തോന്നിയില്ല 10 പൈസ കിട്ടിയെന്ന്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയട്ടെ. പിന്നെ ആ കുട്ടീനെയൊന്നും വീഡിയോയിൽ കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല. ജസ്റ്റ് ഒരു പിക്ചർ മാത്രം വെച്ചിട്ടുണ്ട്, ഒരു കുട്ടിക്ക് സഹായം വേണമെന്നൊക്കെ പറഞ്ഞ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, അക്കൗണ്ട് നമ്പറും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, ആ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക.